ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഹിബാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പച്ചമാങ്ങ കൊണ്ടിട്ടുള്ളൊരു നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പച്ചമാങ്ങ ചതച്ച് താളിച്ചാണ് വെക്കുന്നത്. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12ഓളം ചെറിയ ഉള്ളിയും 4-5 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലോ അമ്മിക്കല്ലിലോ വെച്ചൊന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഞാനത് 2 വട്ടമായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മാങ്ങ മിക്സിയിലൊന്നും ചതച്ചെടുത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അത് പറയാൻ വിട്ടുപോയിട്ടുള്ളതാണ്. നമുക്ക് കറി റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇത് കറി റെഡിയാക്കുമ്പോൾ നമ്മൾ മൺചട്ടിയിൽ തന്നെ റെഡിയാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കറിക്ക് ഉണ്ടാകുന്നത്. ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കടുവും ഉലുവയും ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് കറിവേപ്പില മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങയുടെ മിക്സ് ഇല്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2 സെക്കൻഡോളം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എണ്ണയിൽ കിടന്ന ആ മാങ്ങയുടെ പച്ച മണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു മാങ്ങ ഞാൻ 2 മാങ്ങ കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ട് എടുത്തിട്ടില്ലേത്, ഒരു മാങ്ങ ഫുള്ളും പിന്നെ ഒരു മാങ്ങയുടെ പകുതി മാങ്ങയും കൂടെയാണ് കേട്ടോ എടുത്തിട്ട് കറി റെഡിയാക്കിയിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ആ കറിയൊക്കെ തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് വറ്റി മാങ്ങയുടെ പച്ച മണമൊക്കെ മാറി നല്ല കുറുകിയിട്ടുള്ള നല്ലൊരു മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ലാസ്റ്റ് അതിലേക്ക് 1/2 ഗ്ലാസോളം നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് നല്ലൊരു നാടൻ കറിയായിട്ടുള്ള പച്ചമാങ്ങ ചതച്ച് താളിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത്. നിങ്ങൾക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് മറ്റു കറിയുടെ ആവശ്യമേ ഇല്ല. ഈ ഒരു കറിയും മീൻ പൊരിച്ചതോ പപ്പടം പൊള്ളിച്ചതോ മാത്രം മതിയാകും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.